എൻ്റെ പേര് അരുൾ ജേക്കബ് എന്നാണ്. ഞാൻ കോട്ടയത്തൊരു എൽഡർലി കെയർ, പ്രായമുള്ള ആൾക്കാരെ വീട്ടിൽ പോയി കാണുന്നൊരു സർവീസസാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ 26ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയ ഒരു സംരംഭമാണിത്. ഇതിലിപ്പം ഞാൻ തുടങ്ങി എന്നുള്ളൂ. ഇത് റൺ ചെയ്യുന്ന ഒരു പാനൽ ഓഫ് സീനിയർ ആൾക്കാരും, എന്നാൽ എൻ്റെ കൂട്ടത്തിൽ തന്നെ യങ്സ്റ്റേഴ്സായിട്ട് കുറേ ആൾക്കാരും സഹായത്തോടെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. സോ സീനിയർ ആൾക്കാർ ഇതിനെ ഹെൽപ്പ് ചെയ്യാണ് റൺ ചെയ്യാനും, യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർ ഇവരെ പ്രായമുള്ള ആൾക്കാരെ വീട്ടിൽ പോയി ശുശ്രൂഷിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ തുടങ്ങാനുള്ള കാരണം വന്നത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. എൻ്റെ ഗ്രാൻഡ് മദർ ഓൾമോസ്റ്റ് ഈ ഒരു പ്രശ്നത്തിൽ കൂടെ പോയ ഒരാൾ, ആ ഒരു സാഹചര്യം വെച്ചിട്ടാണ് ഞാൻ തുടങ്ങാൻ റീസണായത്. ഞാനും എൻ്റെ ഗ്രാൻഡ് മദർ അല്പം ക്ലോസ് ആയിരുന്നു. സോ ഒരു ദിവസം വന്നത് അത് എനിക്ക് ഗ്രാൻഡ് മദറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്കുണ്ടാവുകയും അതിനാൽ എൻ്റെ ഗ്രാൻഡ് മദറിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. സോ ആ ഒരു റീസൺ കാണുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഞാനിങ്ങനൊരു സംരംഭം തുടങ്ങാൻ കാരണം. സോ എൻ്റെ ഗ്രാൻഡ് മദറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് എത്തിക്കുകയും, എന്നാൽ എൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു കോളിൽ വീട്ടിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് എത്തുക എന്നൊരു സർവീസ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഞാനിതുകൊണ്ട് ചെയ്തത്. അതുമല്ലാതെ 24 hours ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കുകയും അതിൽ എന്താണോ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾ പ്രായമുള്ള ആൾക്കാരെ വീട്ടിൽ പോയി മെഡിക്കൽ കെയർ ആണ് ചെയ്യുന്നത്. എസ്പെഷ്യലി എൻ്റെ ഗ്രാൻഡ് മദറിനെ ഒരാൾ പോയി കണ്ടിരുന്നെങ്കിൽ, ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും പോയി കണ്ടിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു എന്താണെന്ന് പ്രശ്നമൊന്നും, ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഒരാൾ ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ ചെല്ലുകയും അവരുടെ ആ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായോ അതിനെ റെക്കോർഡ് ചെയ്യുക ചെയ്യുന്നത്. ഇതിനകത്ത് ബേസിക്കലി ഒന്ന് ചെയ്യുന്നത് ഇവരോട് സംസാരിക്കുക. ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ വീട്ടിൽ ചെല്ലുമ്പം പ്രായമുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൽ നിന്നും കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയെടുക്കുക. അതുകൂടാതെ ഇവിടെ വൈറ്റൽസ് റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ മെഡിസിൻസ് കറക്റ്റായിട്ട് നമ്മൾ അതിന് വെച്ച് കൊടുക്കുക, അവരിത് കഴിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക, ഇവരെ ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് കൊണ്ടുപോകേണ്ട സമയം, അതായത് റിവ്യൂസ് ഉണ്ടാവുക, അങ്ങനത്തുള്ള സമയം വരുമ്പം അവരെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അതുകൂടാതെ എന്തെങ്കിലും പുതിയ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മുടെ പാനലുള്ള ഡോക്ടേഴ്സ് വീട്ടിൽ പോയി ഇതിനപ്പം തന്നെ സിംറ്റംസിനെ നമ്മൾ എന്താണോ പ്രശ്നമുള്ളത് അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് കേരളത്തിൽ ഒരു 10 വീടുണ്ടെങ്കിൽ അതിനകത്ത് മോർ ദാൻ 50% പ്രായമുള്ള ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. സോ 10 വർഷം മുന്നേ തുടങ്ങിയതുകൊണ്ടും ഞങ്ങൾക്ക് ഇതിൽ നിന്നും വേർഡ് ഓഫ് മൗത്ത് വഴി കുറേ ആൾക്കാർ ഞങ്ങളെ കണക്ട് ചെയ്യുന്നത്. പിന്നെ മിക്ക വീടുകളിലും ഈ പ്രായമുള്ള ആൾക്കാർ മാത്രം ഉള്ളതുകൊണ്ട് വെളിയിലുള്ള മക്കൾ അവർ പലവിധനും ഇൻ്റർനെറ്റ് വഴിയുമൊക്കെ നമ്മളെ കോൾ ചെയ്യാറുണ്ട്, അങ്ങനെ സർവീസ് എത്തിക്കാറുണ്ട്. ആസ് ഓഫ് നോ ഞങ്ങൾ കേരളത്തിൽ മാത്രമാണ് സർവീസസ് കൊടുക്കുന്നത്. ഓൾ കേരള ആണെങ്കിലും ഇങ്ങനത്തെ ഒരു സർവീസ് മേജറിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കോട്ടയമാണ്. കോട്ടയം പ്ലസ് എറണാകുളം ഞങ്ങൾ ചെറിയ രീതിയിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ട്രിവാൻഡ്രം ഞങ്ങൾ ചെറിയ രീതിയിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഹെൽത്ത് കെയർ മാത്രം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെയായിട്ടുള്ള ഗവൺമെൻറ് പ്രൊസീജിയേഴ്സും എല്ലാം ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഞങ്ങൾക്കിപ്പോൾ അത് ടാക്കിൾ ചെയ്യാനും പറ്റാറുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ഡിജിറ്റലും ഈ പേപ്പർ വർക്കും ഇപ്പോൾ ഒരുമിച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ചും ഗവൺമെൻറ് ഓഫീസസിലൊക്കെ. സോ ഒരു പ്രായമുള്ള ആൾ അവിടെ മക്കളിവിടെ ഇല്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു വണ്ടി ബോംബെയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരികയും വണ്ടിയുടെ രജിസ്ട്രേഷൻ ഒരു 2 വർഷമായിട്ട് നടന്നിട്ടില്ലായിരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ NOCയിൽ റൺ ചെയ്യുന്നൊരു വണ്ടിയായിരുന്നു. സോ ആ രജിസ്ട്രേഷൻ നടക്കാതെ വരികയും ഇവിടുത്തെ RTO രജിസ്ട്രേഷൻ കൊടുക്കായിരിക്കും, അതായത് അവത്തിൽ ഷാസി നമ്പറിലൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കാതെ വരികയും സാഹചര്യം ഉണ്ടായി. സോ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളുടെ ടീമിൽ നിന്നും അത് ഇടപെടുകയും അവർക്ക് വേണ്ടി
ഞങ്ങൾ പോവുകയും ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇതുപോലെ RTOയിൽ പോയി കുറച്ച് ദിവസങ്ങളെടുത്തു. RTOയിൽ പോയി ഞങ്ങളത് ചെയ്തു കൊടുക്കും. ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഒരു 7 ദിവസത്തോളം എടുത്തു ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടാൻ. ഷാസി നമ്പർ അതിനകത്ത് തിരുത്തായിരുന്നു. മുംബൈ RTOയുടെ പ്രശ്നമായിരുന്നു. പക്ഷേ കേരള RTO അത് കാരണം സ്വീകരിക്കുന്നില്ലായിരുന്നു. സോ അതിൽ തിരുത്ത് ഞങ്ങൾ കറക്റ്റ് ചെയ്യുകയും വണ്ടിക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. സോ ബേസിക്കലി പ്രായമുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഇതുപോലെ ഗവൺമെൻറ്റിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിൽ തനിച്ചാവും അവർക്ക് പോയി നിൽക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പോയി ചെയ്തു കൊടുക്കും. ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു ഓഫീസ് വർക്കും കാര്യങ്ങളും ചെയ്തു വരുന്ന ഫാമിലിയാണ്. സോ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു സെക്ടറായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത്, സർവീസ് സെക്ടർ. സോ 26-ാമത്തെ വയസ്സിൽ ഞാനിത് തുടങ്ങുമ്പം എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ഇതിനകത്ത് അക്കൗണ്ട്സ് എങ്ങനെയാണെന്നും ഈ പറയുന്ന സർവീസസ് എങ്ങനെ കൊടുക്കുമെന്നുള്ളൊരു വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ക്വാളിറ്റി കെയർ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കെയർ വീട്ടിലെത്തിക്കുക. ഈ പറയുന്ന പോലെ ഒരു സിസ്റ്റം ഷുഡ് റൺ. ബേസിക്കലി ആൾക്കാരെല്ലാം റൺ ചെയ്യേണ്ട സിസ്റ്റം ഷുഡ് റൺ. അതിന് പ്രോട്ടോകോൾസും എല്ലാം വെച്ച് ഒരു സിസ്റ്റം റൺ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ തുടങ്ങിയത് ആദ്യത്തെ ഒരു 4-5 വർഷത്തോളം എടുത്തു. ഞാൻ തുടങ്ങുമ്പം ആദ്യത്തെ ഒരു പേഷ്യൻറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാനും ആ പേഷ്യൻറ്റിനെ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യാനും അതിൽ നിന്നും ഇന്ന് വരെ എനിക്ക് കിട്ടിയത് വലിയ നോളജാണ്. ഏറ്റവും അവസാനം അതായത് പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര നാളും കിട്ടുന്ന വലിയൊരു നോളജ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഈ ഇത്രയും നാൾ കൊണ്ട് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്. അതായത് പല വിധയിലും ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങ് മേലെ വലിയ വലിയ ജോലികളിലിരുന്ന ആൾ തൊട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ആയിട്ട് സംസാരത്തിലൂടെ എനിക്ക് കിട്ടിയത് ഒരു നല്ല എക്സ്പീരിയൻസാണ്, ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കിട്ടിയത് എനിക്കൊരു ജനറലൈസ് ഓവർവ്യൂ കിട്ടി. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ കുറച്ചും കൂടെ മേലിൽ നിന്ന് മനസ്സിലാക്കാനും ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളൊരു ഇതുമായിട്ട്. കാരണം മിക്ക ആൾക്കാരും പ്രശ്നങ്ങളാണ് എൻ്റെ മുന്നിൽ ഈ പറഞ്ഞ സോൾവ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഒരു ജനറൽ ഓവർവ്യൂ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ സ്റ്റാഫിനെ, എൻ്റെ ടീമിനെ എനിക്ക് നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇതുകൊണ്ട് കിട്ടി. പ്ലസ് എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാനൊരു ഐം എ കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട്. അതിൽ നിന്നും എനിക്ക് കുറച്ചും കൂടെ ഒരു മാറ്റമുണ്ടായി. ഒരു എക്സ്ട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു രീതിയിലേക്ക് വരാൻ പറ്റി. ഞാൻ തുടങ്ങുന്ന സമയത്ത് ആക്ച്വലി ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയി മാത്രമേ ഹെൽത്ത് കെയർ എത്തൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നുള്ള സാഹചര്യമുള്ള സമയത്താണ് ഞാൻ ശ്രദ്ധ തുടങ്ങുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ എനിക്ക് കുറച്ച് പാടായിരുന്നു ഇതുപോലൊരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യാനും. ഇതുപോലത്തെ ഒരു എൻവിറോൺമെൻറ്റ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇന്നത്തെ സാഹചര്യം വേറെയാണ്, പക്ഷേ അന്ന് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഒരു ആൾ പാലിയേറ്റീവ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനൊരു ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയി കിടക്കുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. പെയിൻ ഉണ്ടാകാം. നമുക്ക് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നുള്ളത്. സോ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കറിയാം അവിടെ എന്തൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുള്ളത്. അവിടെ ഞാൻ അതിനു മുന്നേ കാര്യങ്ങളെല്ലാം വെച്ചിരിക്കും. സോ ആ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് റൺ ചെയ്യാനും. പക്ഷേ സംഭവം ഇതിനോടുള്ള പാഷനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തി എന്നൊക്കെ പറയുന്ന പോലെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങളതിനെ സർവൈവ് ചെയ്തു. ഇത് ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തൊട്ട് ഇന്ന് വരെയുള്ള ആൾക്കാർ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് സർവൈവ് ചെയ്തു. നൗ ഇപ്പോൾ വി ടേക്ക് കെയർ ഓൾമോസ്റ്റ് ലൈക്ക് 50 to 60 പീപ്പിൾ ഇൻ കോട്ടയം ഭാഗത്ത് മാത്രം. സോ അതിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. എൻഡ് ഓഫ് ലൈഫ് ഉണ്ട്. അതുകൂടാതെ വീട്ടിൽ തന്നെയായിട്ടുള്ള ആൾക്കാർ അവരുടെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാനും അങ്ങനെയുള്ളൊരു സിസ്റ്റം ഇപ്പം ഞങ്ങൾക്കുണ്ട്. ഇത് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നും. പക്ഷേ ഇതിൽ വരുന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഡോക്ടേഴ്സ് ആകട്ടെ, ഇതിനകത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ മറ്റ് ടീം അംഗങ്ങളാകട്ടെ, ഇതെല്ലാം ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്.
അതിൽ കൂടാതെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്. ഡോക്ടേഴ്സ് നല്ല സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരെല്ലാം യങ്സ്റ്റേഴ്സാണ്. സോ ആ ഒരു സർവീസ് മെൻറ്റാലിറ്റിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നു പോകുന്നത്. ഇതിനൊരു ബിസിനസ് പരമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല. ആൻഡ് വൺ മോർ, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് പ്രായമുള്ള ആൾക്കാരെ ഇപ്പം ഫിനാൻഷ്യലി നമുക്ക് അത്ര പറ്റത്തില്ല ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ചെയ്യുന്നത് ഫ്രീ ഓഫ്, അതായത് ഞങ്ങൾ അതിന് ഫീസൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല. തുടങ്ങിയ സമയത്ത് ഇതിൽ ഈ പറയുന്ന പോലെ അന്ന് ആൾക്കാർക്ക് ഇത് ഇങ്ങനത്തെ ഒരു സർവീസ് ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ന് ആൾക്കാർ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി. അപ്പം ഞങ്ങൾ ഇതിനകത്ത് കാണുന്നത് മുന്നോട്ട് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷനിൽ ഒരു 22.6 ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒരു 2026 കൊണ്ട് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ ഓഫ് എൽഡർലി 22.6% ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ഇവർക്കെല്ലാം നല്ല സർവീസ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. സോ ഇനി ഞാൻ മുന്നോട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി അവിടെ വന്ന് അതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ കാണുന്നത്. അതൊരു നെക്സ്റ്റ് 2 years ഞങ്ങളുടെ പ്ലാൻ അതാണ്. ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ കണ്ടൊരു കാര്യം, വാട്ട് ഈസ് ലൈഫ് ഈസ് ഓൾ അബൌട്ട്. അതിനകത്ത് നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ എങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അതല്ല നമ്മുടെ ഫാമിലി എങ്ങനെയാണ്, നമ്മുടെ ലൈഫ് മുന്നോട്ട് എങ്ങനെയാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ് വളരെ മോശം സിറ്റുവേഷനിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ പോയി വരും, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുക, എൻഡ് ഓഫ് ലൈഫാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്നു. അദ്ദേഹം വലിയൊരു പൊസിഷനിൽ ഇന്ത്യ കണ്ടതിൽ വളരെ നല്ലൊരു ജേർണലിസ്റ്റിലൊരാളാണ്. അത് എന്നോട് ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ഭയങ്കര തിരക്കായിരുന്നു, ലൈഫിൽ മൊത്തം ഭയങ്കര തിരക്കായിരുന്നു ഇത്ര നാൾ വരെ. ഇന്ന് പെട്ടെന്ന് ഞാൻ റിട്ടയർഡായി, ഇപ്പോൾ ഒന്നുമില്ല. അത് ഞാൻ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാനത്ത് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, ഇൻ ലൈഫ് മണി ഡസൻറ്റ് മാറ്റർ, എവറിത്തിങ് ഡസൻറ്റ് മാറ്റർ, ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്സ്, യുവർ ഫാമിലി, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. സോ ഞാൻ ഇതുപോലത്തെ കുറേ ആൾക്കാരെയാണ് മീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എന്താ പറയുക, അതാണ് എന്നെ പുഷ് ചെയ്യുന്നത് ഈ ഒരു കാര്യം മുന്നോട്ടും ചെയ്തു പോകാൻ. നമ്മുടെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം ഇന്ത്യക്ക് പുറത്തേക്ക് പോവാണ്. അതിൽ വലിയൊരു ലൈഫ് കണ്ടിട്ടായിരിക്കണം പോകുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്നാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലും ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഹോണസ്റ്റിയാണ് ഏറ്റവും വലിയ ലൈഫിൽ വേണ്ട കാര്യം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ഒന്ന് ഹോണസ്റ്റി, പിന്നെ ഞാൻ ഒറ്റ കാര്യം കൊണ്ടാണ് സർവൈവ് ചെയ്തിരിക്കുന്നത്, അത് ഹോണസ്റ്റിയാണ്. എൻ്റെ ലൈഫിൽ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യം ഈ 10 വർഷം ശ്രദ്ധയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഹോണസ്റ്റിയാണ്. പിന്നെ നമുക്ക് കിട്ടാനും അത്രയും നോളജ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് അടുത്തൊരു കാര്യമായിട്ട് തോന്നിക്കുന്നത്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ, പിന്നെ ഒരു പാഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ വി ക്യാൻ ഡു വണ്ടേഴ്സ്. ഞാനിത് ആദ്യം തുടങ്ങുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിലൂടെ പോയി. ആൾക്കാരിലേക്ക് ഈ അവയർനെസ് എത്തിക്കാൻ വേണ്ടി കുറച്ച് പാടുണ്ടായിരുന്നു. അതിൽ നിന്നും ആദ്യമേ ആൾക്കാർ വന്നു തുടങ്ങി, ഇതിൽ നിന്ന് രജിസ്റ്റർ ആകാൻ തുടങ്ങി. മുന്നോട്ട് പോകുന്തോറും സിൻസ് ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു സർവീസ് റൺ ചെയ്തൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ട്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരുന്നു. സോ അത് ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് കിട്ടിയ കോണ്ടാക്ട്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള കോണ്ടാക്ട്സ്. സോ ഞങ്ങൾക്ക് ഇവിടെ വന്ന ആൾക്കാർ മസ്കറ്റിൽ നിന്ന് ഒമാൻ മെഡിക്കൽ അസോസിയേഷൻ വന്ന് ഇവിടെ കണ്ടു. ഞങ്ങളുടെ പ്രോജക്റ്റിനെ അവർക്ക് അവിടെ വേണമെന്നും പറഞ്ഞു. ഞങ്ങളവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ ഫേം ഒരു വലിയൊരു കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സോ സംഹൗ അതിൽ നിന്ന് ഞങ്ങൾ മേലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലായ കാര്യം, ഇതിനെ സിസ്റ്റമാറ്റിക് ആക്കുക. കാരണം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ എങ്ങനെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളൊരു അവയർനെസ് നമ്മുടെ ഇവിടെ കുറവായിട്ട് എനിക്ക് തോന്നി. സോ എല്ലാ സർവീസസും ഫങ്ഷൻ ചെയ്യുന്ന എപ്പോഴും സിസ്റ്റമും പ്രോട്ടോകോൾസും വെച്ചിട്ട് തന്നെയായിരിക്കണം, ഈവൻ എത്ര ചെറുതാണെങ്കിൽ പോലും. ഞാൻ അതിനെ ആണ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. സോ മനസ്സിലാക്കാൻ എടുത്ത സമയം ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ നോ ഐം ഷുവർ
ഇന്ന് എൽഡർലി കെയറിനെ പറ്റി കോട്ടയത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ഒരാളാണ്. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടില്ലായിരുന്നു. ആദ്യമേ ഹോസ്പിറ്റൽസ് ഇല്ല, ഒരു ബ്രാൻഡ് നെയിം ഇല്ലായിരുന്നു, ഒരു തരത്തിലുള്ള സപ്പോർട്ടില്ലാതെ ഞങ്ങൾ ഇത് തുടങ്ങി ഇന്ന് എൽഡർലി കെയറിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധ ഒരു ബ്രാൻഡാണ്, ശ്രദ്ധ ഒരു ടീമാണ്, ആൾക്കാർ വിശ്വാസത്തോടെ വിളിക്കുന്നത്. പിന്നെ അടുത്ത കാര്യം, ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നും ഞങ്ങൾക്കൊരു പ്രയോറിറ്റി ഇന്നത്തെ സാഹചര്യം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പേഷ്യൻസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രയോറിറ്റി ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഒരു ബന്ധം ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ ഉദ്ദേശം ഹോസ്പിറ്റൽസിനെ സഹായിക്കുക എന്നുള്ളതാണ്. പേഷ്യൻസിനെ കൊണ്ടുപോയി ആ കറക്റ്റ് സമയത്ത് എത്തിക്കുക, കറക്റ്റ് സമയത്തുള്ള ട്രീറ്റ്മെൻറ്റ് ഏൽപ്പിക്കുക എന്നുള്ളത്. സോ അവരും ഞങ്ങളെ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കോവിഡ് സാഹചര്യം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയമായിരുന്നു. ഒന്ന്, ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എഫക്റ്റഡ് ആവുക, ഞങ്ങളുടെ പേഷ്യൻസ്, പ്രായമുള്ള ആൾക്കാർ എഫക്റ്റഡ് ആവുക. ഇതൊരു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു സാഹചര്യമാണ്. കൂടാതെ യാത്രകൾ കൊണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ ഒരു സാഹചര്യം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. അതുകൂടാതെ പല സമയങ്ങളിലും ICUയുടെ അവൈലബിലിറ്റി അത് കുറഞ്ഞു പോകുക, ഇല്ലാതാവുക, അല്ലെങ്കിൽ വെൻറ്റിലേറ്റർ ഇല്ലാതാവുക, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. സോ ബേസിക്കലി എന്നെ സംബന്ധിച്ച് ഞാൻ ആ സാഹചര്യത്തിൽ ഞാനൊരല്പം ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം ഒന്ന്, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കും വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയിൽ നിന്നും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട്. സോ അവരുടെ കൊളീഗ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുക. സോ അതിനുവേണ്ടി അവർ തന്നെ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സെല്ലിൽ നിന്നും എനിക്ക് കോൾസ് വരുമായിരുന്നു. സോ അവർക്കുള്ള ഹോസ്പിറ്റൽ ബെഡ്സും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എൻ്റെ പേഷ്യൻസിന്, ഞങ്ങളുടെ ഇവിടെ ഉണ്ടാകുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷനും അവരുടെ മക്കൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഇവിടെ നിന്ന് മാനേജ് ചെയ്യുക. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടായൊരു സമയമായിരുന്നു. മക്കളും ഇമോഷണലി ആ സമയത്ത് ബുദ്ധിമുട്ടിലൂടെ പോവുക, അവർക്കിവിടെ പേരൻസിനെ എങ്ങനെ നോക്കുക എന്നുള്ളൊരു, അതായത് യാത്രകൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്നും ഞാൻ ഇന്നും പറയാണ്, ഞങ്ങളെ അവിടുത്തെ കോട്ടയം, കൊച്ചിൻ, ബാംഗ്ലൂർ, ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റൽസും ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പേഷ്യൻസിനെ ടേക്ക് ചെയ്തതും വളരെ നന്നായിട്ടാണ്, ഞങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. കൂടാതെ ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായ വേറൊരു പ്രശ്നം ഫ്യൂണറൽസ് ആയിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വരാൻ പറ്റത്തില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പം ഞങ്ങൾ അതും ടേക്ക് കെയർ ചെയ്യേണ്ടി വന്നിരുന്നു. ഞങ്ങൾ തന്നെ ഇവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമായിരുന്നു. മക്കൾ അവിടെ നിന്ന് കാണും, ഞങ്ങളിത് ഇവിടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതൊരു ഇമോഷണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയമാണ്. ആ സമയം ഇന്നും എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ടേക്ക് ഒരു ദിവസം പിറ്റേ ദിവസം അങ്ങനെ, കാരണം എല്ലാ ദിവസവും രാത്രിയും രാവിലെയും എല്ലാം കോൾസും വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഇന്നും എനിക്കറിയത്തില്ല അതിനെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. അന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ചധികം വെളിയിൽ നിന്നുമുള്ള, അതായത് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഹെൽപ്പ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നൊരു പേഷ്യൻറ്റിനെ കൊച്ചിയിൽ നിന്ന് ബെഡ് കിട്ടിയില്ല. കൊച്ചിയിൽ നിന്ന് ബെഡ് കിട്ടാതെ വന്നിട്ട് കോട്ടയത്ത് ഹോസ്പിറ്റലിൽ ഞാൻ ബെഡ് അറേഞ്ച് കൊടുക്കുന്നുണ്ട്. സോ ആലപ്പുഴ ടു കോട്ടയം ടു കൊച്ചിൻ. അദ്ദേഹം വളരെ മോശം സിറ്റുവേഷനിലായിരുന്നു. ഇന്ന് അദ്ദേഹം ഏറ്റവും വലിയ കാര്യം, ഞാൻ വിചാരിച്ചില്ല അദ്ദേഹം സർവൈവ് ചെയ്യുന്നു, പക്ഷേ അദ്ദേഹം സർവൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും മാറി ഇന്നും അതും കുഴപ്പമില്ലായിരിക്കുന്നുണ്ട്. ഇതിനോട് പാഷനുള്ള ആൾക്കാർക്ക് ഞങ്ങളെ സമീപിക്കാം. ഞങ്ങൾക്ക് അവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രായമുള്ള ആൾക്കാരെ വീട്ടിൽ പോയി ശുശ്രൂഷിക്കാൻ വേണ്ടി, അതായത് പ്രായമുള്ള ആൾക്കാരോട് സ്നേഹം തോന്നണം, അവർക്ക് നല്ലൊരു രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ ഞങ്ങളെ സമീപിക്കണം. ഉറപ്പായിട്ടും വിൽ ബിൽഡ് എ ടീം. അവിടെ
അവരുടെ ഏരിയ ഏതാണോ ആ ഏരിയയിൽ തന്നെ അവർക്ക് പോയി അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യും. ഞങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടിയിരിക്കുന്നതെന്നും ഞങ്ങളുടെ പേഷ്യൻസിൻ്റെയും അവരുടെ മക്കളിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ മക്കളും എല്ലാം ഒരു ഫാമിലിയായി മാറി. എല്ലാ തരത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവരെന്നും മുന്നിലുണ്ട്. ഇതൊരു കമ്മ്യൂണിറ്റിയായി മാറി. ഈ പറഞ്ഞ എല്ലാവരുമായിട്ടും ഇന്നും ഞാൻ കണക്റ്റഡാണ്, ഞങ്ങളുടെ ടീം കണക്റ്റഡാണ്. ഇന്നും അവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ അച്ഛൻ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം എത്തുമ്പം പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജെങ്കിലും വരും, ഇന്ന കാര്യം ചെയ്തു, താങ്ക് യു വെരി മച്ച്. സോ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ റെക്കഗ്നേഷൻ ആയിട്ട് തോന്നിയിരിക്കുന്നത്. പ്രായമുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുക, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളവരെ മനസ്സിലാക്കുക എന്നുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യം എത്തുമ്പം അവർ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങളിൽ അവരുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ മനസ്സിലാകാതെ വരുമോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്കറിയാം, അവരെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അവരെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മിക്ക സമയങ്ങളിലും അത് ശരിയായിരിക്കാം. നമ്മുടെ ഇന്നത്തെ ലൈഫ് വേറെയാണ്, അവർ ജീവിച്ച കാലഘട്ടം വേറെയാണ്. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റാണ്, അവർ കുറച്ചും കൂടി സ്ലോ ആയിരുന്നു. ഇന്നത്തെ ഫാസ്റ്റ് മീഡിയ അല്ലെങ്കിൽ ഫാസ്റ്റ് ഇൻ്റർനെറ്റ്സ് ഒന്നും അവർ അത്ര യൂസ്ഡ് ആയിരുന്നില്ല. സോ അതുകൊണ്ടുണ്ടാകുന്ന മിസ്റ്റേക്സാണ് മിക്കതും ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ ഒരല്പം സ്ലോ ആകും, അത് നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു 30 വയസ്സിലും വരുന്ന ഒരു ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇതായിരിക്കും 40-50 വയസ്സിലേക്ക് എത്തുമ്പോൾ നമ്മളും സ്ലോ ആയി തുടങ്ങും. അന്ന് നമുക്ക് മനസ്സിലാവും ഇവർ പോയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. നമ്മളും ഒരു 70s 80s എത്തുമ്പം നമ്മുടെയും തിങ്കിങ് മാറും, നമ്മുടെ തോട്ട്സ് മാറും, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മാറും. സോ ബേസിക്കലി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രായമുള്ള ആൾക്കാർ അവരെ എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം, അവരുടെ ലൈഫ് എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ദാറ്റ്സ് വാട്ട്. പണ്ട് സമയത്ത് മക്കളുടെ എണ്ണമൊക്കെ കൂടുതലായിരുന്നു. സോ ആൾക്കാർ വീട്ടിലുണ്ടായിരുന്നു, ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാറി. ഇന്നത്തെ നമ്മുടെ ലൈഫിലുള്ള എക്സ്പെക്റ്റേഷൻസ് മാറി, നമ്മുടെ എക്സ്പെൻസസ് മാറി. സോ മക്കൾക്ക് ഫുൾ ടൈം നിന്ന് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം ഇനി മുന്നോട്ട് ഉണ്ടാകാൻ ചാൻസസ് ഭയങ്കര കുറവാണ്. സോ ഏറ്റവും ഞാൻ മുന്നിൽ കാണുന്നൊരു കാര്യം, നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരുമിച്ച് ജീവിക്കുക. സോ അതാണ് ഈ എൽഡർലി ആൾക്കാരിൽ മുന്നോട്ട് കാണാൻ പോകുന്നൊരു കാര്യം. അതാണ് അവർ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിലെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാം കൂടെ കൂടി ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അവിടെ ഇപ്പം പലതരത്തിലുള്ള ആപ്സ് ഉണ്ട്, അവിടെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക, ആംബുലൻസിന് വേണ്ടി ഇതെല്ലാം നമ്മൾ നേരത്തെ മുൻകൂട്ടി എടുത്ത് വെക്കുക. ആംബുലൻസ് ഇന്ന നമ്പറാണ്, ഗ്രോസറിക്ക് ഇന്ന ആളെ കോൺടാക്ട് ചെയ്യുക. സോ ഇതിനെ ലൈഫ് ഈസി ആക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം കാണുന്നത് നമ്മുടെ വീടുകൾ എങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് വീടുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ തന്നെ അതിനെ എൽഡർലി ഫ്രണ്ട്ലി ആക്കി നിർമ്മിക്കുക. സോ ദാറ്റ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ റാംസ് വേണ്ടടുത്ത റാംസ് ഉണ്ടാക്കുക, ടൈൽസ് തെന്നാത്ത രീതിയിലുള്ള ടൈൽസ് നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അത് ചെയ്യുക. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് ഈസി ആയിട്ട് പോകും. നമുക്ക് ട്രബിൾസ് അല്ല വേണ്ടത്. മുന്നോട്ട് നമുക്ക് പോകേണ്ടത് എങ്ങനെ ലൈഫ് ഈസി ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള. പിന്നെ മെയ്ഡ് സർവീസ് ഒരുമിച്ചാക്കുക. സോ നമ്മുടെ അടുത്ത് മാൻ പവറൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം ഒരുമിച്ചാക്കുകയാണെങ്കിൽ, ഒരു ഏരിയ വെച്ച് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ഒരുമിച്ചാക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. മിക്ക ആൾക്കാരും, പ്രായമുള്ള ആൾക്കാർ എന്നോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ജീവിതത്തിൽ എന്തെങ്കിലും കുറച്ച് കുറഞ്ഞായി ചെയ്തോ എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഏതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ ഏതായിരുന്നു ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യം. അവർ ഒന്ന് പറഞ്ഞത് യാത്രകളാണ്. ഞാൻ പല വിധത്തിലുള്ള ആൾക്കാരെ അടുത്ത് പോയി സംസാരിക്കും, എല്ലാ ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയി സംസാരിക്കും. അവരിൽ നിന്നും കിട്ടിയൊരു കാര്യമാണ് യാത്രകൾ പ്ലസ് ഫാമിലിയുടെ കൂടെ കുറച്ചും കൂടെ സമയം നല്ലപോലെ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം. നമ്മുടെ ലൈഫെല്ലാം ഭയങ്കര ഫാസ്റ്റാണെന്ന് എനിക്ക് അറിയാം. അവർ പറയും നമ്മുടെ ലൈഫെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് പോവും, പക്ഷെ കുറച്ചും കൂടെ അധികം സമയം ഫാമിലിയുടെ സമയം ചിലവാക്കിയിരുന്നെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടാണ് മിക്ക ആൾക്കാരും എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് എടുത്തുള്ള കാര്യമുണ്ട്, എൻജോയ് യുവർ ഡേ. ഫ്യൂച്ചറിലേക്ക് എന്ത് വരുന്നു അതിനപ്പം കാണുക. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണ്, റിലേഷൻഷിപ്സ് മാറ്റർ. ആൾക്കാരുടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എത്ര നോളജ് നമുക്ക് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോളജ് വായിക്കുക,
അതിൽ നിന്ന് നോളജ് എടുക്കുക, പിന്നെ യാത്രകൾ. ഈ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് നോളജും നമുക്ക് പാഷനും നമുക്ക് റിലേഷൻഷിപ്പും എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യം ഫിനാൻസിൽ ഓട്ടോമാറ്റിക്കലി വിൽക്കാം. പിന്നെ ചെയ്യാനുള്ള ആഗ്രഹം, വർക്ക് ഹാർഡ് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം മണി വിൽക്കാം. മണി എനിക്ക് തോന്നിയിട്ടില്ല ഇന്നും. എൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, അത് ഈ പറഞ്ഞ ആൾക്കാരിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്, മണി വിൽ ഓട്ടോമാറ്റിക്കലി കം ടു അസ്.